ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SITക്ക് മൊഴി നൽകാൻ രമേശ് ചെന്നിത്തല 11 മണിക്ക് തിരുവനന്തപുരം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകും. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ രാജ്യാന്തര മാഫിയെന്നും 500 കോടിയുടെ ഇടപാടാണ് നടന്നതെന്നുമാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് SITയുടെ തീരുമാനം. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, ഇതുവരെ കണ്ടതൊന്നുമല്ല ഈ രമേശ് ചെന്നിത്തല നൽകുന്ന മൊഴിയിൽ കഴമ്പുണ്ടെങ്കിൽ 500 കോടിയുടെ വലിയ രാജ്യാന്തര ബന്ധമുള്ള ഒരു വലിയ സ്വർണ്ണക്കടത്താണ് ശബരിമലയിൽ നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. പുരാവസ്തുക്കളുടെ മൂല്യം നമുക്ക് നിശ്ചയിക്കുക സാധ്യമല്ല. പ്രത്യേകിച്ചത് ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ ഉള്ളപ്പോൾ അവയ്ക്കൊരു വിശ്വാസ മൂല്യം കൂടി വരും. അങ്ങനെ വന്നാൽ 500 കോടിയുടെ ഇടപാട് നടന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ആ മൊഴികളിൽ കഴമ്പുണ്ടെങ്കിൽ ഈ കേസ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. നേരത്തെ ഹൈക്കോടതി സുഭാഷ് കപൂർ എന്ന് പറയുന്ന രാജ്യാന്തര പുരാവസ്തു തട്ടിപ്പുകാരന്റെ ഒരു കേസുമായിട്ടാണ് ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെ താരതമ്യം ചെയ്തത്. ഇന്ന് രമേശ് ചെന്നിത്തലയുടെ കൊടുക്കാൻ പോകുന്ന മൊഴികൾക്കും തെളിവുകൾക്കും വലിയ മാനങ്ങളുണ്ട്, അല്ലേ ഹരി? തീർച്ചയായിട്ടും അരുൺ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സുഭാഷ് കപൂറിന്റെ പേരൊക്കെ ഹൈക്കോടതി തന്നെ നേരത്തെ എടുത്തു പറഞ്ഞതാണ്. പ്രത്യേകിച്ച് ആ ഘട്ടത്തിലേക്ക് കൂടി, അതായത് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിലേക്ക് കൂടി പോകണമെന്നുള്ള കാര്യം SITയോട് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ആ കഴിഞ്ഞ 6 ആഴ്ചക്കുള്ളിൽ ഈ ദേവസ്വം ബോർഡ് ഭരണസമിതിയും അതുപോലെ ദേവസ്വം ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SITക്ക് കുറെ കാര്യങ്ങൾ പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ആംഗിളിലേക്ക് അന്വേഷണം പോയിട്ടുമില്ല. അതുകൊണ്ട് രമേശ് ചെന്നിത്തല ഇപ്പോൾ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ, നൽകിയിട്ടുള്ള കത്ത്, അത് ഗുരുതര സ്വഭാവത്തിലുള്ളത് തന്നെയാണെന്നാണ് SITയുടെ വിലയിരുത്തൽ. അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള കഴമ്പുണ്ടെങ്കിൽ ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ മാനം മറ്റൊരു ദിശയിലേക്ക് പോകും എന്നുള്ളതാണ് SIT കരുതുന്നത്. പ്രത്യേകിച്ച് ചില ശബ്ദരേഖകൾ, ഒപ്പം തന്നെ ചില തെളിവുകളൊക്കെ തന്നെ ഈ രമേശ് ചെന്നിത്തലയ്ക്ക് മറ്റൊരാൾ കൈമാറിയിട്ടുണ്ട്. ഇതിൽ പ്രാഥമികമായി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന്, മുൻ ആഭ്യന്തരമന്ത്രി കൂടിയാണെന്ന് ഓർക്കണം, അങ്ങനെയുള്ള രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് ചില അന്വേഷണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആ അന്വേഷണത്തിൽ